പ്രൈസ് ദ ലോർഡ്. 5 സ്റ്റെപ്സ് ടു സ്പിരിച്വൽ ഗ്രോത്ത്. ആത്മീയ വളർച്ചയ്ക്കായുള്ള 5 പടികൾ. ഇന്ത്യയിൽ പൊതു അധ്യയന വർഷം മെയ് അവസാനം ജൂൺ ആദ്യം ഈ സമയങ്ങളിലാണ് ആരംഭിക്കുന്നത്. കേരളത്തിൽ ജൂൺ 1 അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാലയത്തിൽ അയക്കുവാനുള്ള ക്രമീകരണത്തിലാണ്. പണം പലിശയ്ക്ക് വാങ്ങിയാലും സാരമില്ല, കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ മാന്യരായി തീരണം. പുതിയ ഷൂസ്, പുതിയ വസ്ത്രങ്ങൾ, പുതിയ ബാഗ് എല്ലാം കരുതുന്നു. മാതാപിതാക്കൾ കൂടാതെ പോക്കറ്റ് മണിക്ക് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങൾക്ക് അതും നൽകും. ഭൗതിക നന്മകൾ ഒരു ബുദ്ധിമുട്ടുമറിയാതെ കിട്ടുമ്പോൾ കുട്ടികൾ ഈ കാലത്ത് ലോകമോഹത്തിന് കീഴ്പ്പെടുന്നവരായി മാറുന്നു. ഇന്ന് പെൺകുട്ടികൾ പോലും ലഹരികൾക്ക് അടിമകളാണ്. പണ്ട് വിദ്യാലയങ്ങളിൽ മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. താല്പര്യമുള്ളവർ പങ്കെടുത്താൽ മതി എന്ന നിയമം ഉണ്ടായിരുന്നപ്പോഴും ആളുകളെല്ലാം കഥ കേൾക്കാനും ടീച്ചേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കാനും പാട്ടുപാടാനും ഒക്കെ ഇഷ്ടമായിട്ട് വരുമായിരുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ദൈവവചനം അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കളും അധ്യാപകരും അതിനായി പരിശ്രമിക്കണം. ക്രിസ്തുവിൽ വളരുവാൻ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചാൽ ആത്മീയപരമായും വിദ്യാഭ്യാസപരമായും അവർ ഉന്നതങ്ങളിലെത്തുന്നു. അതിന് സഹായകരമായ 5 പടികൾ മാതാപിതാക്കൾ കേൾക്കുകയും കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് പല മാതാപിതാക്കന്മാരും കുട്ടികളെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും അടുക്കൽ ഏൽപ്പിച്ച ശേഷം കുടുംബം നിലനിർത്തുവാൻ അവർ അധ്വാനിക്കുവാൻ വിദൂര ദേശങ്ങളിലേക്കൊക്കെ പോയി പാർക്കുന്നവരാണ്. എന്നാൽ അവിടെ ഇരുന്നാലും ഈ 5 നിബന്ധനകൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ അവർക്ക് കഴിയും. അത് മറക്കരുത്. അതിനായി അവർ ശ്രമിക്കണം. ദയവായി ഈ സന്ദേശം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് സാരമില്ല, പിന്നെ കേൾക്കാമെന്ന് വിചാരിക്കരുത്. കേട്ട് മനസ്സിൽ ഗ്രഹിക്കുക. കുഞ്ഞുങ്ങളെ അത് അഭ്യസിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തേത് വചനപാരായണം. ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ദൈവഹിതമനുസരിച്ച് ദൈനംദിന ജ്ഞാനം, ശക്തി ഇവ കണ്ടെത്താൻ ദൈവവചന പാരായണം സഹായിക്കുന്നു. സങ്കീർത്തനം 119:105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു എന്ന്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്നും കാണാം. ശ്രദ്ധേയമായ ജീവിതം നയിച്ച ഒരു ഓസ്ട്രേലിയൻ സർജൻ കാതലിൻ്റെ സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തി. സാക്ഷ്യത്തിൽ 92 വയസ്സുള്ള അവർ രേഖപ്പെടുത്തിയിരുന്നത് ഇപ്രകാരമാണ്: അതിരാവിലെയുള്ള വചനപാരായണമാണ് അവരുടെ വിജയത്തിന് കാരണമെന്ന്. ദൈവവചനം വായിക്കുമ്പോൾ ആ വരികളിലൂടെ ദൈവശബ്ദം കേൾക്കുക. എന്നും സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ ഇവ ശ്രദ്ധയോടെ വായിച്ചാൽ നിങ്ങളുടെ പഠനകാര്യത്തിൽ നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്കും എല്ലാം അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകും. പഠിക്കുന്നതിന് മുമ്പും പരീക്ഷയ്ക്കിറങ്ങുന്നതിന് മുമ്പും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചിരിക്കണം. രണ്ടാമതായി, വചനം ഉറക്ക വായിക്കണം. സങ്കീർത്തനം 103:20 പറയുന്നു, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ അടുക്കലെത്തുമ്പോൾ അവരോട് ചേർന്ന്
ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ. അപ്പം ആ ദൂതന്മാർ നമ്മുടെ അടുക്കലും എത്തും. അതുകൊണ്ട് നമ്മൾ വചനം ഉറക്കെ വായിക്കണം. അപ്പോൾ ആ സ്തുതി നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശമാക്കും. കൂടാതെ പഠനത്തിൽ പുരോഗമനം വരുവാനും സഹായിക്കുന്നു. 3, കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന എന്നും കൃത്യസമയത്ത് ഒരു ഭവനത്തിൽ നടക്കേണ്ടുന്ന കാര്യമാണ്. അത് ഭവനത്തിൻ്റെ അനുഗ്രഹത്തിനും കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനും അത്യാവശ്യമായ ഘടകമാണ്. ഒന്നിച്ച് ഉറക്കപ്പാടി എല്ലാവരും ഉറക്ക വചനം വായിക്കുക. മാത്രമല്ല മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയും വളരെ പ്രയോജനകരമാണ്. ജോലി കഴിഞ്ഞ് ആരെങ്കിലും ഒത്തിരി രാത്രിയേ വരൂ എന്നുണ്ടെങ്കിൽ പോലും ആ ഭവനത്തിലുള്ളവർ സന്ധ്യയ്ക്ക് ഒന്നിച്ചു കൂടിയിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. എന്തുകൊണ്ടാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മുട്ടുകുത്തുന്ന ദൈവപൈതലിനെ സാത്താന് ഭയങ്കര പേടിയാണ്. ആ ഭയം അവൻ ആ ഭവനം വിട്ട് ഓടിപ്പോകാൻ കാരണമാകും. അതായത് യഹോഭക്തി കുടുംബ പ്രാർത്ഥനയിൽ വർദ്ധിക്കുമ്പോൾ സാത്താൻ ഓടിപ്പോകും, ജ്ഞാനം വർദ്ധിക്കും. 4, നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുക. കുറേ ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിൽ നാം കാണുന്നത് ലഹരി സാധനങ്ങൾ പങ്കുവയ്ക്കുന്ന, വാഹനത്തിൽ യാത്ര ചെയ്തു അല്ലാതെയൊക്കെ പങ്കുവയ്ക്കുന്ന യുവജനങ്ങളെയാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം നാശത്തിലേക്കാണ് വീഴുന്നതെന്ന് എന്താ ഈ കുട്ടികൾ മനസ്സിലാക്കാത്തതെന്ന് നമുക്ക് ഭയം തോന്നും. എന്നാൽ ഇവരെ തിരുത്തുവാൻ വിശ്വാസികൾക്ക് ഭയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ അവരെ ഉപദേശിക്കാൻ ചെന്നാൽ അവർ നമ്മളെ വേണം ഉപദ്രവിക്കുന്നവരുമാകും. നമുക്ക് രക്ഷകൻ്റെ അടുക്കലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുന്ന വിശ്വാസികളായി മാറാം. സമൂഹത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. 5, രഹസ്യദാതാക്കളാകുക. നമ്മുടെ പക്കലുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കാത്ത രഹസ്യദാതാക്കളാകുവാൻ നമുക്ക് കഴിയും. ശരീരവൈകല്യം യുദ്ധാനന്തരം ലഭിച്ച ഒരു സൈനികൻ്റെ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തി. ബുദ്ധിമുട്ടുകൾ സ്വയം സഹിച്ച് തൻ്റെ കുടുംബത്തെയാണ് അദ്ദേഹം പോറ്റിയിരുന്നത്. ഒരിക്കൽ ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സന്ദർശിക്കാനിടയായി. തൻ്റെ തോട്ടത്തിലെ പണികളെല്ലാം പ്രയാസപ്പെട്ട് ചെയ്യുന്ന അയാളെ കണ്ട് ഈ സുഹൃത്ത് മടങ്ങിപ്പോയി. അന്ന് ആ സുഹൃത്ത് ഒരു തീരുമാനമെടുത്തു, അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണം. ആരും അറിയാതെ പല ജോലികൾക്കുമുള്ള യന്ത്ര സംവിധാനങ്ങൾ അയാൾ ആ സൈനികൻ അയച്ചു കൊടുത്തു. ഒരു സഹോദരൻ്റെ ചെറിയ സഹായം എന്ന് മാത്രമേ ആ കത്തിൽ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. ഈ ചെറിയ സഹായമാണ് കർത്താവ് പറയുന്നത്, വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയരുതെന്ന്. അതിനെ സഹായിക്കുന്നത് സർവശക്തൻ്റെ കരമാണ്. ഒരിക്കൽ ഒരു പിതാവ് പോക്കറ്റ് മണിയായി 100 രൂപ തൻ്റെ മകന് നൽകി. എന്നിട്ട് അദ്ദേഹം ഒരു ഉപദേശവും കൂടെ നൽകി. ബേക്കറിയിൽ കൊടുക്കുവാനുള്ളതല്ല, ഇത് ആവശ്യക്കാരെ സഹായിക്കുവാനാണ്. വൈകിട്ട് മകൻ വന്നപ്പോൾ പിതാവിനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ 2 പേരെ സഹായിച്ചു. കഴിഞ്ഞ മാസം തന്ന പോക്കറ്റ് മണിയുടെ ബാക്കിയും ഇന്ന് തന്നത് മുഴുവൻ അങ്ങ് ചിലവായിപ്പോയി. ഈ മാസം ഒരപ്പാപ്പൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചായക്കടയിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. മരുന്ന് വാങ്ങിക്കാൻ കാശില്ല കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ കുറിപ്പടി വാങ്ങി അത്യാവശ്യമുള്ള മരുന്നുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ച് അതെല്ലാം വാങ്ങിക്കൊടുത്തു. കുറച്ചേ വാങ്ങിക്കൊടുത്തുള്ളൂ എന്നുള്ളേ ഉള്ളൂ. പിന്നെ ബാക്കിയും കൊണ്ട് സ്കൂളിൽ ചെന്നപ്പം ഒരു സുഹൃത്തിന് നോട്ട് ബുക്കില്ല,
പേന ഇല്ല, ഇന്ന് ടീച്ചർ അടിക്കുമെന്ന് പറഞ്ഞ് അവൻ കരയുന്നു. അപ്പോൾ അവനെ കൊണ്ടുപോയി സ്റ്റോറിൽ നിന്ന് ഒരു ബുക്കും ഒരു പേനായും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന പൈസ എല്ലാം തീർന്നു പോയി. 7ാം ക്ലാസ്സുകാരനായ തൻ്റെ മകൻ്റെ വാക്കുകൾ കേട്ട പിതാവ് അവനെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചു. രഹസ്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് സ്വർഗമല്ലേ മക്കളെ പ്രതിഫലം തരുന്നത്? എൻ്റെ മകനെ ദൈവം അനുഗ്രഹിക്കും. ആ പിതാവ് അടുത്ത ദിവസത്തേക്ക് അവന് പുതിയ പോക്കറ്റ് മണി നൽകുകയും ചെയ്തു. ആ പിതാവിനറിയാമായിരുന്നു ആ പോക്കറ്റ് മണി കൊടുക്കുന്നത് കൊണ്ട് തനിക്ക് ഒരു കുറവും ദൈവം വരുത്തത്തില്ലെന്നും തൻ്റെ മകന് കൊടുക്കാൻ ശീലിക്കുന്ന ഒരു പൈതലായി മാറുമെന്നും മനസ്സിലായി അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് വചനം വായിക്കണം. രണ്ടാമത് വചനം വായിക്കുമ്പോൾ നോക്കി വായിക്കുകയല്ല, ഉറക്കെ വായിക്കണം. 3, കുടുംബ പ്രാർത്ഥന കൃത്യമായി നടത്തിയിരിക്കണം. 4, വിശ്വാസം പങ്കുവയ്ക്കണം. 5, രഹസ്യദാതാക്കളാകുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഏത് സ്ഥലത്ത് ജീവിച്ചാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയിച്ചിരിക്കണം. ആത്മീയ വളർച്ചയ്ക്കായിട്ടുള്ള 5 പടികളാണ്. ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുമ്പോഴും അവരുടെ ആത്മീക വളർച്ച വലുതാകുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ ശ്രദ്ധാലുക്കളാകേണ്ടതാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഏത് ദേശത്ത് നിങ്ങൾ പാർത്താലും ഈ ആത്മീയ വളർച്ചയ്ക്കുള്ള 5 പടികൾ നിങ്ങളും ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തം വർഗീസ്. ഗോഡ് ബ്ലസ് യു.